കേരള ബ്ലാസ്റ്റേഴ്സ് ഈ വരുന്ന ഒക്ടോബർ 30 തങ്ങളുടെ ഈ വരുന്ന സൂപ്പർ കപ്പിലെ, അതായത് ഈ നടന്നുകൊണ്ടിരിക്കുന്ന സൂപ്പർ കപ്പിലെ ആദ്യത്തെ മത്സരത്തിന് ഇറങ്ങുകയാണ്. ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികളായിട്ട് വരുന്നത് രാജസ്ഥാൻ യുണൈറ്റഡ് FC ആണെന്നും മത്സരം ലൈവ് ടെലികാസ്റ്റ് ആയിട്ട് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ യൂട്യൂബ് ചാനൽ ലഭിക്കുമെന്നും ഒരു കാര്യം നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തരത്തിലുള്ള അപ്ഡേറ്റുകളും പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നതാണ്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കംപ്ലീറ്റ് സ്ക്വാഡും പൂർത്തിയാവുകയും പിന്നീട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ബാക്കിയുണ്ടായിരുന്ന 3 വിദേശ കോട്ടകളും ഒക്കെ തന്നെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന 2 ആഴ്ചകൾക്കുള്ളിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഫില്ല് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ വിദേശ കോട്ട ഫില്ലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സൂപ്പർ കപ്പിന് വേണ്ടി വളരെ മികച്ച പ്രിപ്പറേഷൻസ് ഒക്ടോബർ 7 തൊട്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നതാണ്. അത് പ്രീ സീസൺ മത്സരങ്ങളൊക്കെ തന്നെ നടത്തുകയും പോരാത്തതിന് ഒരു ഫ്രണ്ട്ലി മാച്ച് ഐസൽ ക്ലബ്ബായിട്ടുള്ള ചെന്നൈയിൻ FC-ക്കെതിരെ കളിക്കുകയും 1 ഗോളിൻ്റെ വിജയം കരസ്ഥമാക്കുകയും ബ്ലാസ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. സോ ഈ ഒരു സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനെ കംപ്ലീറ്റ്ലി അനലൈസ് ചെയ്യുന്ന സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ജീസസ് ജിമിനസിൻ്റെ പകരക്കാരനായിട്ട് ആരായിരിക്കും കളിക്കുക എന്നൊരു സംശയം പലർക്കുമുണ്ട്. നിലവിലത് കോൾഡോ ഒബേറ്റി ആയിരിക്കുമെന്ന് ഒരു കൂട്ടരും, മറ്റൊരു കൂട്ടർ പറയുന്നത് അത് തിയാഗോ ആൽവസ് ആണ് എന്നുമാണെന്നാണ് പറയുന്നത്. അതേസമയം ബ്ലാസ്റ്റേഴ്സിൻ്റെ CEO, അതായത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ടുള്ള അഭി ചാറ്റർജി ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പെർഫെക്റ്റ് സ്ട്രൈക്കറായിട്ട് ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത് തിയാഗോ ആൽവസിനെയാണ്. അതായത് നമുക്കെല്ലാവർക്കും പറയുന്നൊരു കാര്യമാണ്, അദ്ദേഹം ഒരു ലെഫ്റ്റ് വിങ് കളിക്കുന്ന ഒരു താരമാണ്. ആ ഒരു ടൈമിൽ തന്നെ ഒരുപാട് റൂമറുകൾ അല്ലെങ്കിൽ വാർത്തകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായതാണ്. നോഹ സദോയ് ഉള്ളപ്പോൾ മറ്റൊരു ലെഫ്റ്റ് വിങ്ങറെ എന്തിനാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ടീമിലേക്ക് ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്കെല്ലാവരും അറിയാവുന്ന ഒരു കാര്യമാണ്. തിയാഗോ ആൽവസ് എന്ന് പറയുന്ന താരം ഒരു ലെഫ്റ്റ് വിങ്ങർ മാത്രമല്ല, ഒരു പ്രോപ്പർ സ്ട്രൈക്കർ പൊസിഷനിലും കളിക്കുവാനായിട്ട് കെൽപ്പുള്ള താരമാണ്. അതിന് മുമ്പ് തന്നെ കോൾഡോ ഒബേറ്റിയുടെ സൈനിങ് ബ്ലാസ്റ്റേഴ്സ് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നതാണ്. ആ ഒരു ടൈം പീരീഡിൽ കോൾഡോ ഒബേറ്റി ആയിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ മെയിൻ ലെവൽ ഇറങ്ങുക എന്ന തരത്തിലും അപ്ഡേറ്റുകൾ ഉണ്ടായിരുന്നതാണ്. കോൾഡോ ഒബേറ്റിയുടെ ഒരു മാച്ച് കളിശൈലി എന്ന് പറയുന്നത് തന്നെ മറ്റുള്ള താരങ്ങൾക്ക് കൂടി സ്പേസ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ബിൽഡ് ചെയ്യുവാനായിട്ട് കൂടുതൽ കെൽപ്പുള്ള ഒരു താരമാണ്. സോ ആ ഒരു സാഹചര്യത്തിൽ ഒരു ഗോൾ പോസ്റ്റർ അല്ലെങ്കിൽ കൃത്യമായൊരു ഓപ്പർച്യൂണിറ്റി പോസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ കൃത്യമായിട്ട് പോസ്റ്റിലേക്ക് ഷൂട്ട് ഔട്ട് ചെയ്യുന്ന ഒരു സ്ട്രൈക്കർ എന്ന് ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കോട്ടയിൽ അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ ബ്ലാസ്റ്റേഴ്സ് ടീം മാനേജ്മെൻറ്റ് ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത് തിയാഗോ ആൽവസ് ആണ്. നേരത്തെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ സൈനിക പൂർത്തിയാക്കിയ സമയത്ത് ഒരുപാട് വിമർശനം മാനേജ്മെൻറ്റ് കേട്ടിട്ടുണ്ടായിരുന്നതാണ്. ഒരു പെർഫെക്റ്റ് സ്ട്രൈക്കർ ഇല്ല എന്ന തരത്തിൽ, അല്ലെങ്കിൽ ഒരു പ്രധാന പൊസിഷനിൽ കളിക്കുവാനായിട്ട് കെൽപ്പുള്ള, അത് ജീസസ് ജിമിനസിനെ പോലെയോ അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ താരങ്ങളായിട്ടുള്ള ഡിമിട്രിയോസ് ഡെമന്റക്കോസിനെ പോലെയോ അൽവാരോ വാസ്കസിനെ പോലെയോ ഒക്കെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു മെയിൻ 11-ൽ, അതായത് ഒരു സ്ട്രൈക്കിംഗ് സോണിൽ ഒരു ഇമ്പാക്റ്റ് ചെലുത്തുവാനായിട്ട് കെൽപ്പുള്ള ഒരു താരമില്ല എന്ന തരത്തിലുള്ള ഒരുപാട് വിമർശനമൊക്കെ തന്നെ മാനേജ്മെൻറ്റ് നിലവിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കേട്ടിട്ടുണ്ടായിരുന്നതാണ്. സോ അതിനെല്ലാം തന്നെ ഒരു മറുപടി ആയിട്ടാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള അഭി ചാറ്റർജി ഒരു റിപ്ലൈ കൊടുത്തിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഇനി ബ്ലാസ്റ്റേഴ്സിന് 3 മത്സരമാണ് ഗ്രൂപ്പ് സ്റ്റേജിലുള്ളത്. ആ ഒരു 3 മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന് ഗ്രൂപ്പ് ചാമ്പ്യൻ ആവാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് 3ലും വിജയിക്കുക തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ടീമിൻ്റെ ലക്ഷ്യം. എതിരാളികളായി വരുന്നത് മുംബൈ സിറ്റി FC, സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹി, അതായത് ഹൈദരാബാദ് FC-യുടെ പുതിയ രൂപം അല്ലെങ്കിൽ പുതിയൊരു ക്ലബ്ബായി മാറിയിരിക്കുകയാണ് ഹൈദരാബാദ് FC നിലവിൽ. സോ ആ സാഹചര്യത്തിൽ അവരും പിന്നീടുള്ളത് നിലവിൽ രാജസ്ഥാൻ യുണൈറ്റഡ് FC ആണ്. സോ ആ ഒരു സമയത്ത് 3 ക്ലബ്ബുകളും അത്യാവശ്യം നല്ലധികം ക്വാളിറ്റി ഉള്ള ക്ലബ്ബുകളാണ്. നല്ലൊരു ഇന്ത്യൻ സ്ക്വാഡുള്ള ക്ലബ്ബ് തന്നെയാണ് സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹി എന്ന് പറയുന്നത്. അതിനകത്ത് തന്നെ കഴിഞ്ഞു പോയ സീസണിലും അവസാന മത്സരത്തിൽ സ്പോർട്ടിംഗ് ക്ലബ്ബ്, അതായത് ഹൈദരാബാദ് FC ആയിരുന്ന ക്ലബ്ബ് ബ്ലാസ്റ്റേഴ്സിനെ നല്ലൊരു ടൈറ്റ് കോമ്പറ്റീഷൻ നൽകിയത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. സോ ആ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ഹൈദരാബാദ് FC-യെ ആണെന്ന് പറഞ്ഞ് നമുക്ക് സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹിയെ തള്ളിക്കളയുവാനായിട്ട് സാധിക്കുന്നതല്ല. സോ അതിനാൽ തന്നെ ഒരു ടൈറ്റ് ഒപ്പോണൻസ് തന്നെയുള്ള ഒരു ഗ്രൂപ്പ് തന്നെയാണ്. ഗ്രൂപ്പ് ചാമ്പ്യൻ ആവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു സെമി ഫൈനൽ കളിക്കുവാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ലഭിക്കുക.